അമേരിക്കയിൽ ഡള്ളസ് നഗരമധ്യത്തിൽ വൻ ജനാവലി അണിനിരന്ന മാർച്ച് നടത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളിൽ പ്രതിഷേധിച്ചും രാജ്യത്തുടനീളമുള്ള ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് മാർച്ച്. ഐക്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതീകമായി അമേരിക്കൻ പതാകകൾ വഹിച്ചുകൊണ്ട് നിരവധി ബ്ലോക്കുകളായിരുന്നു പ്രകടനക്കാരുടെ മാർച്ച്. ഒരു കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സിറ്റി ഹാളിൽ അവസാനിച്ചു. തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ പേരിൽ ട്രംപ് ഭരണകൂടം അറസ്റ്റ് ചെയ്ത പ്രമുഖ US സർവകലാശാലകളിലെ വിദേശ വിദ്യാർത്ഥികളെ പരാമർശിക്കുന്ന ബാനറുകൾ പ്രതിഷേധക്കാർ കയ്യിലേന്തി. ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം പ്രസിഡന്റ് പദത്തിനായുള്ള പ്രചാരണ വേളയിൽ കുടിയേറ്റം, ക്രിമിനൽ നീതി, എക്സിക്യൂട്ടീവ് നേതൃത്വം എന്നിവയിൽ സമഗ്രമായ നയമാറ്റങ്ങളടങ്ങിയ പദ്ധതികളാണ് വാഗ്ദാനം ചെയ്തത്. മാതാപിതാക്കളുടെ കുടിയേറ്റ നില പരിഗണിക്കാതെ അമേരിക്കയിൽ ജനിച്ച ഏതൊരാൾക്കും പൗരത്വം നൽകുന്ന 14ാം ഭേദഗതി പ്രകാരം ഭരണഘടനാപരമായ ഉറപ്പായ ജന്മാവകാശ പൗരത്വം ഇല്ലാതാക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. നിയമപണ്ഡിതന്മാർ ഈ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് തള്ളിക്കളഞ്ഞെങ്കിലും എക്സിക്യൂട്ടീവ് നടപടികളോ ഭരണഘടനാ ഭേദഗതികളോ പിന്തുടരാനുള്ള സാധ്യത ട്രംപ് ഉയർത്തിയിട്ടുണ്ട്.